നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ഇത്തവണത്തെ തൃശൂർ പൂരം വെടിക്കെട്ട് ഒഴിവാക്കി നടത്താൻ തീരുമാനം. മുണ്ടത്തിക്കോട് നടന്ന വെടിക്കെട്ട് ദുരന്തം കണക്കിലെടുത്താണ് വെടിക്കെട്ടില്ലാതെ പൂരം നടത്താൻ തീരുമാനമായത്. ചേർപ്പ് പെരുമ്പള്ളിശ്ശേരി മിത്രാനന്തപുരം പാടത്ത് ശക്തമായ തീപിടുത്തം. വെടിക്കെട്ട് നിർമ്മാണപുരയ്ക്ക് സമീപം തീ പടർന്നെങ്കിലും ഫയർഫോഴ്സ് തീ അണച്ചു. ഊരകം കൊറ്റംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച നെയ്സമർപ്പണത്തിന് തുടക്കമായി. ഉത്രമിളക്കിന്റെ ഭാഗമായുള്ളതാണ് നെയ്സമർപ്പണം. വാർത്തകൾ വിശദമായി. ഇത്തവണത്തെ തൃശൂർ പൂരം വെടിക്കെട്ട് ഒഴിവാക്കി നടത്താൻ തീരുമാനം. മുണ്ടത്തിക്കോട് നടന്ന വെടിക്കെട്ട് ദുരന്തം കണക്കിലെടുത്താണ് വെടിക്കെട്ടില്ലാതെ പൂരം നടത്താൻ തീരുമാനമായത്. തൃശൂർ പൂരം ആചാരപരമായ ചടങ്ങുകൾ മാത്രമാക്കി നടത്താനാണ് വ്യാഴാഴ്ച തീരുമാനമുണ്ടായത്. തൃശൂർ കളക്ടറേറ്റിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം പ്രതിനിധികളും സംയുക്തമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. മുൻപ് സാമ്പിൾ വെടിക്കെട്ട് ഒഴിവാക്കി പ്രധാന വെടിക്കെട്ട് നടത്താൻ പാറമേക്കാവ് ദേവസ്വം അറിയിച്ചിരുന്നു. എന്നാൽ മന്ത്രിതല ചർച്ചയിൽ ഇതൊഴിവാക്കി. ആചാരം പാലിക്കുന്നതിനായി ഒരു കതിനയോ കുഴിമിന്നലോ മാത്രമാകും സമ്പൂർണ്ണ വെടിക്കെട്ടിന് പകരമായി ഉണ്ടാവുക. കുടമാറ്റത്തിൽ കുടകളുടെ എണ്ണം കുറയ്ക്കും. 50 സെറ്റ് കുടകളാണ് എല്ലാ തവണയും ഓരോ വിഭാഗങ്ങളും തയ്യാറാക്കാറുള്ളത്. കൂടാതെ കുടമാറ്റത്തിന്റെ സമയദൈർഘ്യവും ചുരുക്കിയിട്ടുണ്ട്. ഇത്തവണ 1 മണിക്കൂർ സമയമാണ് കുടമാറ്റത്തിന് നിശ്ചയിച്ചിരിക്കുന്നത്. ഇത് 15 മിനിറ്റ് മാത്രമായി ചുരുക്കി. കുടമാറ്റത്തിന് പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങൾക്കായി 15 വീതം ആനകളുണ്ടാകും. ആചാരത്തിന്റെ ഭാഗമായതിനാൽ ഇലഞ്ഞിത്തറ മേളം, ആന എഴുന്നള്ളിപ്പ് എന്നിവയൊന്നും ഒഴിവാക്കാനാകില്ലെന്ന് പാറമേക്കാവ് ദേവസ്വം അറിയിച്ചു. മന്ത്രിമാരായ ആർ ബിന്ദു, വി എൻ വാസവൻ, കെ രാജൻ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ ആർ ദേശ്മുഖ്, വിവിധ സർക്കാർ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ചേർപ്പ് പെരുമ്പള്ളിശ്ശേരി മിത്രാനന്തപുരം പാടത്ത് ശക്തമായ തീപിടുത്തം. വെടിക്കെട്ട് നിർമ്മാണപുരയ്ക്ക് സമീപം തീ പടർന്നെങ്കിലും ഫയർഫോഴ്സ് തീ അണച്ചു. ബുധനാഴ്ച രാത്രിയിലാണ് പ്രദേശവാസികളെ ആശങ്കയിലാക്കി മിത്രാനന്തപുരം പാടത്ത് തീപിടുത്തമുണ്ടായത്. രാത്രിയോടെ പാടത്തെ ഉണങ്ങിയ പുല്ലിന് തീപിടിക്കുകയായിരുന്നു. മിനിറ്റുകൾക്കകം തീ അതിവേഗം പടർന്നു കയറുകയായിരുന്നു. പകൽ സമയത്തെ കനത്ത ചൂടിന്റെ ആധിക്യം തീ അതിവേഗത്തിൽ വ്യാപിക്കാൻ കാരണമായി. തീപിടുത്തം സംഭവിച്ചതിന് പിന്നാലെ നാട്ടുകാരും ചേർപ്പ് പോലീസും ചേർന്ന് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. ഇതിനിടെ പാടത്തോട് ചേർന്നുള്ള വെടിക്കെട്ട് നിർമ്മാണ പുരയ്ക്ക് സമീപത്തേക്ക് തീ പടർന്നു കയറിയത് ആശങ്കയ്ക്കിടയാക്കി. തുടർന്ന് തൃശൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് തീ പൂർണ്ണമായും അണയ്ക്കുകയായിരുന്നു. ഊരകം കൊറ്റംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച നെയ്സമർപ്പണത്തിന് തുടക്കമായി. ഉത്രമിളക്കിന്റെ ഭാഗമായുള്ളതാണ് നെയ്സമർപ്പണം. തേവർക്ക് ആദ്യ നെയ് സമർപ്പണം ഊരകം ദേവസ്വം ഓഫീസർ എം സുധീർ നിർവഹിച്ചു. തുടർന്ന് ഭക്തരും നെയ് സമർപ്പണം നടത്തി. നെയ് സമർപ്പണം ഉത്രമിളക്ക് ദിനം വരെ നീണ്ടു നിൽക്കും. മെയ് 28-ന് ചൊവ്വാഴ്ചയാണ് ഉത്രമിളക്ക്. രാവിലെ ക്ഷേത്ര താന്ത്രിക ചടങ്ങുകൾ നടക്കും. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിക്കും. തുടർന്ന് വിളക്കാചാരം നടത്തിയ ശേഷം ഭക്തരുടെ കൂട്ടപ്പറ സ്വീകരിച്ച് ഭഗവാൻ ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളും. പഞ്ചവാദ്യം എഴുന്നള്ളിപ്പിന് അകമ്പടിയൊരുക്കും. പെരിഞ്ചേരി മഠം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് കൊടിയേറി. ഈ മാസം 28-ന് ചൊവ്വാഴ്ചയാണ് പ്രതിഷ്ഠാദിനം. 700 വർഷത്തോളം പഴക്കവും പാരമ്പര്യവുമുള്ള ക്ഷേത്രത്തിൽ ശിവനും വിഷ്ണുവിനും തുല്യ പ്രാധാന്യത്തിൽ പ്രതിഷ്ഠയുള്ളതാണ് പെരിഞ്ചേരി മഠം ക്ഷേത്രം. 7 ദിവസം നീണ്ടുനിൽക്കുന്ന വിവിധ കലാപരിപാടികളോടെയാണ് ഇത്തവണ പ്രതിഷ്ഠാദിനം ആഘോഷിക്കുന്നതെന്ന് ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് MK ശശികുമാർ പറഞ്ഞു. ബുധനാഴ്ച രാവിലെ ഗണപതി ഹോമം, സമ്പൂർണ്ണ നെയ്വിളക്ക് എന്നിവ നടന്നു. വൈകിട്ട് ദീപാരാധന, നിറമാല എന്നിവയ്ക്ക് ശേഷമായിരുന്നു കൊടിയേറ്റ് ചടങ്ങ്. ക്ഷേത്രത്തിൽ കഴിഞ്ഞ 3 വർഷമായി വിവിധ ഘട്ടങ്ങളിൽ മേളം അഭ്യസിക്കുന്ന വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ചെണ്ടമേളത്തോടെയാണ് കൊടിയേറ്റം നടന്നത്. പ്രതിഷ്ഠാദിന മഹോത്സവ ദിനം വരെ ക്ഷേത്രത്തിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. പ്രതിഷ്ഠാദിന മഹോത്സവ ദിവസമായ ചൊവ്വാഴ്ച രാവിലെ 6-ന് ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം,
കലശം, ശ്രീഭൂതബലി തുടങ്ങിയ വിശേഷാൽ പൂജകൾ നടക്കും. രാവിലെ 10 മണിക്ക് പ്രസാദഊട്ട് വിതരണം നടക്കും. വൈകിട്ട് 3:30 പൂരം എഴുന്നള്ളിപ്പിന് തുടക്കമാകും. എഴുന്നള്ളിപ്പിന് ശേഷം നിറമാല, ദീപാരാധന, സമ്പൂർണ്ണ നെയ്വിളക്ക് സമർപ്പണവും നടക്കും. രാത്രി 10 മുതൽ പെരിഞ്ചേരി ശ്രീ ധർമ്മശാസ്ത്ര കാവടി സമാജം, പെരിഞ്ചേരി ശിവവിഷ്ണു കാവടി സമാജം എന്നിവയുടെ കാവടികൾ ക്ഷേത്രാങ്കണത്തിലെത്തും. തുടർന്ന് കൊടിയിറക്കൽ ചടങ്ങോടെ പ്രതിഷ്ഠാദിന മഹോത്സവം സമാപിക്കും. വെങ്ങണിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിയിൽ ഭൗതിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കുള്ള ചങ്ങാത്തക്കളരി ക്യാമ്പ് തുടരുന്നു. സംഗീതം, കലാകായിക ഉപകരണങ്ങൾ എന്നിവയുടെ പരിചയപ്പെടുത്തലായി 3ാം ദിന ക്യാമ്പ്. നടൻ സുനിൽ സുഗത മുഖ്യാതിഥിയായി. ഞാൻ നിങ്ങളുടെ പോലെയുള്ള കുട്ടികളായിട്ട് എപ്പോഴും ഇന്ററാക്ട് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഒപ്പം എന്താ പറയാ, നിങ്ങൾ സ്പെഷ്യൽ ആൾക്കാരാണെന്ന് എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞില്ലേ, ആരും പറഞ്ഞല്ലോ, അംഹാന്റെ മെമ്പറാന്ന്. 2 അമ്മയുണ്ട്. അമ്മ എന്താണ്, നമ്മുടെ ചലച്ചിത്രത്തിലെ ആൾക്കാരുടെ ഒരു സംഘടനയാണ് അംഹ എന്ന് പറഞ്ഞിട്ട്. മറ്റേ നിങ്ങളെ പോലത്തെ കുട്ടികളൊക്കെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഇവിടെ. ഞാൻ അവരൊപ്പം നാടകം കളിക്കാൻ പോകാറുണ്ട്. സ്ഥിരമായിട്ട് അവരൊപ്പം നാടകം കളിക്കുന്ന ആളാണ്. അപ്പൊ എനിക്ക് എന്താ വെച്ചാൽ ഞാൻ സാധാരണ കുട്ടികളൊപ്പം നാടകം കളിക്കാറുണ്ട്. പക്ഷെ അവരെക്കാട്ടൊക്കെ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് ഗ്രഹിക്കാൻ പറ്റുമായിരുന്നു, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. കാരണം സാധാരണ കുട്ടികളെക്കാട്ടും ബ്രൈറ്റ് ആയിട്ടുള്ള ആളുകളാണ് അവിടുത്തെ ആളുകൾ, നിങ്ങളെ പോലെ. ഓക്കെ, ശരിയല്ല? ഓക്കെ, വളരെ താങ്ക് യു. അപ്പൊ ഞാനിവിടെ വന്നിരിക്കുന്നത്, ഞാനൊരു സൂത്രത്തിൽ വന്നിരിക്കുന്നത് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വന്നല്ല കേട്ടാ. അപ്പൊ ഞാൻ നോക്കുകയാണ് നിങ്ങളിൽ നിന്ന് എന്താ എനിക്ക് പഠിക്കാൻ പറ്റുക ഈ കുറച്ച് സമയത്തിൻ്റെ ഉള്ളോ. അന്നത്തെ മരുന്നുണ്ട് അവർക്ക്. അത് നമുക്ക് നോക്കിയാലോ മരുന്ന്? ശരി, ഓക്കെ, നമുക്ക് മരുന്ന് കഴിക്കാം. അതൊക്കെ ഓർമ്മ ഉണ്ട് അല്ലേ? കഴിക്കാറുണ്ട് ഇടയ്ക്ക് ഉണ്ടാക്കിയിട്ട് മരുന്ന്. അത് എന്തിനുള്ള മരുന്നായിരുന്നു? ശബ്ദം ഉണ്ടാവുള്ള മരുന്നല്ലേ? ഡോക്ടർ സതീഷ്, അഞ്ജന സതീഷ് എന്നിവർ സംഗീതോപകരണങ്ങളെ പരിചയപ്പെടുത്തി വായിച്ചു. കായികോപകരണങ്ങളുടെ ഉപയോഗക്രമത്തെക്കുറിച്ച് തലോർ ദീപ്തി സ്കൂളിലെ മുൻ അധ്യാപകൻ ബാബു ജോൺ വിശദീകരിച്ചു. തുടർന്ന് ട്രാഫിക് സിഗ്നൽ മനസ്സിലാക്കി കുട്ടികൾക്ക് റോഡിലൂടെ നടക്കാനും വാഹനങ്ങൾ ഓടിക്കാനും ഉപകരിക്കുന്ന പരിശീലനവും നൽകി. അധ്യാപകരായ ബിന്ദു കിഷോർ, ഹരിത അനൂപ് എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാന ശിശുക്ഷേമ സമിതി അംഗം അനിൽ പരക്കാടാണ് ക്യാമ്പിന്റെ ഡയറക്ടർ. 80 കുട്ടികളും രക്ഷിതാക്കളും ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. 10 ദിവസത്തെ ക്യാമ്പിൽ ഭക്ഷണം സൗജന്യമാണ്. സമഗ്ര ശിക്ഷ കേരളം മതിലകം BRCയുടെ നേതൃത്വത്തിൽ വേനൽ തനിമ എന്ന പേരിൽ സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചു. മതിലകം BRCയിലാണ് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായുള്ള ക്യാമ്പ് നടക്കുന്നത്. ക്യാമ്പിന്റെ ആദ്യ ദിവസം കരകൗശല വസ്തുക്കളുടെ നിർമ്മാണ പരിശീലനം, കായിക മത്സരങ്ങൾ, ഷോർട്ട് ഫിലിം പ്രദർശനം എന്നിവ നടന്നു. SSK തൃശൂർ DPO KB പ്രിജി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. മതിലകം BRCയിലെ BPCയായ NC പ്രശാന്ത് അധ്യക്ഷനായി. MA ഫൗണ്ടേഷൻ ഡയറക്ടർ അബ്ദുൽ നാസർ, പെരിഞ്ഞനം ഗവൺമെന്റ് GUP സ്കൂൾ പ്രധാന അധ്യാപിക KA ഖദീജാബി, BRC പരിശീലക TM റസിയ, BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ റജി ജോസ് എന്നിവർ സംസാരിച്ചു. 2ാം ദിവസം കാക്കനാട് ചിറ്റിലപ്പള്ളി സ്ക്വയറിലേക്ക് വിനോദയാത്രയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. മതിലകം ബ്ലോക്ക് പരിധിയിലുള്ള 5 പഞ്ചായത്തുകളിലെ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് 30 കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. കൊടുങ്ങല്ലൂർ മേത്തല ശ്രീനഗറിൽ ട്രാൻസ്ഫോമർ കത്തിനശിച്ചു. വ്യാഴാഴ്ച പുലർച്ചെയോടെയായിരുന്നു അപകടം. മേത്തല ശ്രീനഗറിൽ വ്യാഴാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് ട്രാൻസ്ഫോമറിന് തീ പിടിച്ചത്. സമീപത്തെ വീട്ടുകാരാണ് തീപിടുത്ത വിവരം ആദ്യം അറിയുന്നത്. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് ഉടൻ തന്നെ തീ അണയ്ക്കുകയായിരുന്നു. കൗൺസിലർമാരായ MK സഹീർ, അഡ്വക്കേറ്റ് CP രമേശൻ എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. തീപിടുത്തത്തെ തുടർന്ന് പ്രദേശത്ത് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. ട്രാൻസ്ഫോമറും അനുബന്ധ ഉപകരണങ്ങളും പൂർണ്ണമായും കത്തിനശിച്ച നിലയിലാണ്. അമിത വൈദ്യുതി ഉപഭോഗത്തെ തുടർന്നുണ്ടായ ഷോർട്ട് സർക്യൂട്ടാകാം തീപിടുത്തത്തിന് കാരണമെന്നാണ് കരുതുന്നത്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 14,075 രൂപ, പവന് 1,12,600 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053.
ഇത്തവണത്തെ തൃശൂർ പൂരം വെടിക്കെട്ട് ഒഴിവാക്കി നടത്താൻ തീരുമാനം. മുണ്ടത്തിക്കോട് നടന്ന വെടിക്കെട്ട് ദുരന്തം കണക്കിലെടുത്താണ് വെടിക്കെട്ടില്ലാതെ പൂരം നടത്താൻ തീരുമാനമായത്. ചേർപ്പ് പെരുമ്പള്ളിശ്ശേരി മിത്രാനന്തപുരം പാടത്ത് ശക്തമായ തീപിടുത്തം. വെടിക്കെട്ട് നിർമ്മാണപ്പുരയ്ക്ക് സമീപം തീ പടർന്നെങ്കിലും ഫയർഫോഴ്സ് തീ അണച്ചു. ഊരകം കൊറ്റംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച നെയ്സമർപ്പണത്തിന് തുടക്കമായി. ഉത്രമിളക്കിന്റെ ഭാഗമായുള്ളതാണ് നെയ്സമർപ്പണം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.